Welcome back. Question number 3. For non-negative integers n, the sequence ആണ്. Let fn equal to sigma k equal to 0 to n sin of k plus 1 by k n plus 2 pi into sin of k plus 2 by n plus 2 pi by sigma k equal to 0 to n sin square k plus 1 by n plus 2 pi. Assuming cos inverse x takes values in 0 to pi. കാരണം ഇവിടെയൊക്കെ cos inverse x നെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് അവർ പിന്നെ പ്രതിപാദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓർക്കും ഇതുമായിട്ട് എന്താ ബന്ധം. Assuming cos inverse x takes values in 0 pi, which of the following options is or are correct? ആക്ച്വലി കാണുന്നതിൽ നമ്മളുടെ ഇവിടെ ഒരു tedious ടാസ്ക് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഫംഗ്ഷൻ എഫ് എൻ ആണ്. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പലപ്പോഴും എളുപ്പമായിരിക്കും. കാരണം ഈ സീക്വൻസ് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ സം നമുക്ക് ആ എഫ് എൻ എന്നടുത്ത് എഴുതാം. ശ്രദ്ധിക്കണം, സിഗ്മ കെ ഈക്വൽ ടു 0 to n, 0 മുതൽ n വരെ എന്ന് പറയുമ്പോൾ n+1 ടേംസ് ഉണ്ടാവും. സൈൻ ഓഫ് വലിയ ആംഗിൾ k + 2 by n+2 ആണ്. സൈൻ ഓഫ് k + 2 by n+2 pi into sin of k plus 1 by n+2 pi the whole divided by sigma k equal to 0 to n, sigma k equal to 0 to n sin square k plus 1 by k plus 2 pi sin square k plus 1 by k. സോറി, ഇവിടെയൊക്കെ അറിയാണ്ട് ഞാൻ എഴുതി പോണത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വരെ ഇതെന്നാ n+2 pi. ഇതിനെയാണ് നമ്മൾ സം ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് വരുമ്പോൾ സം ആക്കാനോ ഡിഫറൻസ് ആക്കാനോ നോക്കുക. അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു രീതി. ഇപ്പം സൈൻ എ സൈൻ ബി വരികയാണെങ്കിൽ 2 sin a sin ബിയുടെ ഫോമിൽ അപ്ലൈ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു 2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ഒരു സിഗ്മയുടെ അകത്തോ വെള്ളിയില്ല. കോൺസ്റ്റന്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് എന്ന് നമുക്കറിയാം. അപ്പോൾ 2 ഇൻറ്റു മൾട്ടിപ്ലൈങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 2 എന്ന് പറയുമ്പോൾ 2 ടൈംസ് സിഗ്മയാണ്. 2നെ സിഗ്മക്കകത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം. എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ 2 sin a sin b ആണ്. 2 sin a sin b എന്ന് പറഞ്ഞാൽ വി നോ ഇറ്റ് ഈസ് cos a മൈനസ് ബി മൈനസ് cos a പ്ലസ് ബി ആണ്. ഇവിടെ a മൈനസ് ബി എന്ന് പറയുമ്പോൾ k plus 2 by n+2 minus k plus 1 by n+2 എന്ന് കിട്ടും. അത്രയും പൈ വരും. ഇപ്പോൾ n+2 നമ്മൾ LC എടുക്കുവാണെങ്കിൽ k plus 2 minus k minus 1 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുക കെയും പോയി 2 - 1 1 വരും. അപ്പോൾ പൈ ബൈ n+2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈം കോസ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് പൈ ബൈ n+2. കോസ് പൈ ബൈ n+2. ഇവിടെ സിഗ്മ k ഈക്വൽ ടു 0 to n ഉണ്ട്. ഇനി ഇത് തന്നെ സം ആണ് വരുന്നതെങ്കിൽ എത്ര വരും മക്കളെ? cos a മൈനസ് ബി മൈനസ് cos a പ്ലസ് ബി. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും k പ്ലസ് k 2k ഉണ്ട്, 2k പ്ലസ് 3 ഉണ്ട് ബൈ n+2 പൈ എന്ന് വരും. അപ്പോൾ 2k പ്ലസ് ഓക്കെ. അപ്പോൾ മൈനസ് കോസ് 2k പ്ലസ് 3 ബൈ n+2 പൈ. ഇത്രയുമാണ് ന്യൂമറേറ്റർ. ഇപ്പം ന്യൂമറേറ്റർ cos a മൈനസ് ബി മൈനസ് cos a പ്ലസ് ബി ഫോർമുലയിൽ നമ്മൾ ചെയ്തു. ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ സിഗ്മ k ഈക്വൽ ടു 0 to n. 2 cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് cos 2 തീറ്റയാണ്. ഇവിടെ 2 തീറ്റ എന്ന് പറയുമ്പോൾ 1 മൈനസ് cos 2k പ്ലസ് 2 ബൈ n+2 പൈ എന്ന് വരും. അത്രയും വരും. 1 മൈനസ് 2 cos തീറ്റ, 1 മൈനസ് 2 cos തീറ്റ. ഇനി സിഗ്മ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ ഇപ്പം പിന്നെ വേരിയേഷൻ എന്നിനാണെങ്കിൽ
അല്ലെങ്കിൽ ഇപ്പോൾ കേക്ക് ആണെങ്കിൽ സിഗ്മ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണോ അത്രയും ടൈംസ് കോൺസ്റ്റന്റ് എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ന്യൂമറേറ്റർ എന്ന് പറയുന്നത് വെൻ വി ഡിസ്ട്രിബ്യൂട്ടിംഗ് സിഗ്മ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ വേണേ ഒരു സ്റ്റെപ്പ് ഞാനിവിടെ അഡീഷണൽ എഴുതിയിട്ടേക്കാം. ഇത് കോസ് പൈ ബൈ എൻ പ്ലസ് 2 വരും, മൈനസ് സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ കോസ് 2k പ്ലസ് 3 ടൈംസ് പൈ ബൈ എൻ പ്ലസ് 2 എന്ന് വരും, ബൈ സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ 1 മൈനസ് സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ കോസ് 2k പ്ലസ് 2 ബൈ എൻ പ്ലസ് 2 പൈ എന്നാണ് കിട്ടുക. അപ്പോൾ അതൊക്കെയാണ്. ദാറ്റ് ഈസ് ആദ്യത്തത് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് n+1 ആണ്. 0 മുതൽ n വരെ എന്ന് പറയുമ്പോൾ there are n+1 ടേംസ്. അപ്പോൾ ന്യൂമറേറ്ററിൽ ആദ്യത്തെ ടേം എന്ന് പറയുമ്പോൾ n+1 cos പൈ ബൈ n പ്ലസ് 2, n+1 cos പൈ ബൈ n പ്ലസ് 2. ഇത് കാരണം വിത്ത് റെസ്പെക്ട് ടു ദി സിഗ്മ ഇത് കോൺസ്റ്റന്റ് ആണ്, അതിൽ k ഇല്ല, ഇവിടെ വേരിയേഷൻ ഉള്ള k ആണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ കൊണ്ടുപോയാൽ മൈനസ് ഓഫ്, ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ ഇവിടെ ഇതിനകത്ത് കൊടുക്കുമ്പോൾ കെക്ക് 0 എടുക്കുകയാണെങ്കിൽ കോസ് 3 പൈ ബൈ എൻ പ്ലസ് 2, കോസ് 3 പൈ ബൈ എൻ പ്ലസ് 2. അടുത്തത് കൊടുത്താൽ കോസ് 5 പൈ ബൈ എൻ പ്ലസ് 2. അങ്ങനെ പോയി എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് 2n പ്ലസ് 3 ബൈ എൻ പ്ലസ് 2 പൈ എന്ന് വരും, ബൈ താഴെ n+1 സം ഓഫ് 1 സിഗ്മ k ഈക്വൽ ടു 0 ടു n1 എന്ന് പറയുമ്പോൾ n+1 വരും, മൈനസ് എന്ത് വരും, n-ന് 0 കൊടുത്താൽ 2 പൈ ബൈ n പ്ലസ് 2, 2 പൈ ബൈ n പ്ലസ് 2 പ്ലസ് കോസ് 4 പൈ ബൈ n പ്ലസ് 2 പ്ലസ് എക്സെട്ര കോസ് 2n പ്ലസ് 2 ബൈ 2n പ്ലസ് 2 അല്ലേ, യെസ് 2n പ്ലസ് 2 ബൈ n പ്ലസ് 2 പൈ എന്ന് വരും. മക്കളെ ഇവിടെ ആദ്യത്തെ ടൈമിനെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് അങ്ങനെ തന്നെ ഇട്ടേക്കാം. n+1 കോസ് പൈ ബൈ n പ്ലസ് 2 എന്ന് വരുന്നു, മൈനസ് കോസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് എക്സെട്ര കോസ് ആൽഫ പ്ലസ് n-1 ഇൻറ്റു ബീറ്റ. അതായത് ആംഗിൾസ് ആർ ഇൻ AP ആണ്, വിത്ത് കോമൺ ഡിഫറൻസ് D ആണെങ്കിൽ കൊസൈനുകളുടെ സം എന്ന് പറഞ്ഞാൽ എന്ത് വരും, കോസ് ഓഫ് ഫസ്റ്റ് ആംഗിൾ പ്ലസ് ലാസ്റ്റ് ആംഗിൾ ബൈ 2, കോസ് ഓഫ് ഫസ്റ്റ് ആംഗിൾ പ്ലസ് ലാസ്റ്റ് ആംഗിൾ ബൈ 2 എന്ന് വരും. ഇങ്ങനെയാണ് ഫോർമുല. ഫസ്റ്റ് അത് ഇനി ഇൻറ്റു കോസ് ഓഫ് ആയ വരും, ഫസ്റ്റ് ആംഗിൾ പ്ലസ് ലാസ്റ്റ് ആംഗിൾ ബൈ 2 വരും, ഇൻറ്റു സൈൻ ഓഫ് n ടൈംസ് കോമൺ ഡിഫറൻസ് ബൈ 2 ബൈ സൈൻ ഓഫ് കോമൺ ഡിഫറൻസ് ബൈ 2 ആണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ആംഗിൾസ് AP ആണ്. ആദ്യത്തെ ആംഗിൾ 3 പൈ ബൈ n പ്ലസ് 2, അടുത്ത ആംഗിൾ 5 പൈ ബൈ n പ്ലസ് 2, കാരണം n-ന് 2 കൊടുക്കുക. അപ്പോൾ 2 പൈ ബൈ n പ്ലസ് 2 ആണ് അവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, 2 പൈ ബൈ n പ്ലസ് 2. അപ്പോൾ ആംഗിൾസ് ആർ ഇൻ AP ആണ്. അവിടെ ആംഗിളുകൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അരിത്തമെറ്റിക് അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 പൈ ബൈ n പ്ലസ് 2 ആണ്. അപ്പോൾ അത് നമുക്ക് വരുന്നത് കോസ് ഓഫ്, ശ്രദ്ധിക്കണം, മൈനസ് കോസ് ഓഫ് ഫസ്റ്റ് ആംഗിൾ പ്ലസ് ലാസ്റ്റ് ആംഗിൾ ബൈ 2. അപ്പോൾ ഇവിടെ ഒരു 1/2 ഉണ്ട്. ഞാൻ പൈ ബൈ n പ്ലസ് 2 കോമൺ എടുത്താൽ അവിടെയുള്ള എന്താ ഉള്ളത്, 3 പ്ലസ് 2n പ്ലസ് 3 ബൈ n 3n പ്ലസ് 2 എന്ന് വരും. n പ്ലസ് 2 എടുത്തല്ലോ, അപ്പോൾ നമുക്കുള്ളത് 1/2 പൈ ബൈ n പ്ലസ് 2 ഇൻറ്റു 2n പ്ലസ് 6 എന്ന് വരും. അതിൽ 2 കൂടെ പോന്നു കഴിഞ്ഞാൽ മക്കളെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2n പ്ലസ് 3 ബൈ n പ്ലസ് 2 പൈ എന്ന് കിട്ടും. കാരണം 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി, 2ഉം 2ഉം കട്ട് ചെയ്ത് പോകുമ്പോൾ അവിടെ ഇങ്ങനെ കിട്ടും, അത്രയും വരും. ഇനി എന്താ വരിക, സൈൻ ഓഫ് n ടൈംസ്, ഇവിടെ n എന്ന് പറഞ്ഞാൽ n+1 ആണ്,
കോമൺ ഡിഫറൻസ് ബൈ 2. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2π/n+2 ആണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ π/n+2. അപ്പോൾ അത് π/n+2 എന്ന് വരും. ബൈ ആ ഫോമിലേക്ക് ഓർത്ത് വെച്ചോളെ. ബൈ സൈൻ ഓഫ് കോമൺ ഡിഫറൻസ് ബൈ 2. കോമൺ ഡിഫറൻസ് ബൈ 2 എന്ന് പറയുമ്പോൾ π/n+2. ദ ഹോൾ ഡിവൈഡഡ് ബൈ n+1 മൈനസ് ഇവിടെയും കോസ് ഓഫ് ഫസ്റ്റ് ആംഗിൾ പ്ലസ് ലാസ്റ്റ് ആംഗിൾ ബൈ 2. മക്കളെ ഫസ്റ്റ് ആംഗിൾ പ്ലസ് ലാസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് ആംഗിൾ, ഇതാണ് ലാസ്റ്റ് ആംഗിൾ. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് π/n+2 എടുത്താൽ ബ്രാക്കറ്റിനകത്ത് വരുന്നത് 2 + 2n+2 ആണ് വരിക. ദാറ്റ് ഈസ് π/n+2 ഇൻറ്റു നമുക്കുള്ളത് 2n+4 ആണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് 2 വെളിയിലെടുത്തു കഴിഞ്ഞാൽ 2π × n+2 വരും. താഴെ n+2 വരും. ദാറ്റ് ഈസ് ഇത് കട്ട് ചെയ്ത് പോകും. ദാ ഫസ്റ്റ് ആംഗിൾ പ്ലസ് ലാസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് അവിടെ 2π ആണ്. ഫസ്റ്റ് ആംഗിൾ പ്ലസ് ലാസ്റ്റ് ആംഗിൾ ബൈ 2 എന്ന് പറയുമ്പോൾ cos π എന്ന് വരും. ആൻഡ് വി നോ cos π is -1. അത് ഓക്കെ വന്നു. ഇനി സെയിം കോമൺ ഡിഫറൻസ് ആയതുകൊണ്ട് അടുത്ത ടേമുകൾ രണ്ടും സെയിം തന്നെ ആയിരിക്കും. അതെന്ത് വരും? സൈൻ ഓഫ് n+1/n+2π ന്യൂമറേറ്ററിൽ എഴുതിയ തന്നെ വരും. ബൈ ഇത് തന്നെ ബൈ സൈൻ ഓഫ് π/n+2 എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയാണ് കാര്യങ്ങളുടെ പോക്ക് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് 1-2 പോയിന്റ്സ് നിങ്ങൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ദാ ഈ കാണുന്ന കോസ് ഓഫ് മക്കളെ കോസ് π + θ എന്ന് പറയുന്നത് ആരാ? മൈനസ് കോസ് തീറ്റയാണ്. ഞാനിവിടെ ഇങ്ങനെ എടുക്കുന്നു. കോസ് π + π/n+2 എടുത്താൽ എന്ത് വരും? മൈനസ് കോസ് ഇത് nπ + 2π + π/n+2 എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എന്ത് വരും? മൈനസ് കോസ് എന്ത് വരും? സോറി, ആദ്യം നമുക്ക് ഇങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് അതൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതാം. കോസ് π + θ തന്നെ മൈനസ് കോസ് π/n+2 എന്ന് വരും. ഈ π + 2π/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2nπ + 2π + π/3 എന്നാണ് n+2 എന്നാണ് വരിക. അപ്പോൾ അവിടെ 2n + 3 × π/n+2 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്. ദാറ്റ് ഈസ് കോസ് ഈ കാണുന്നത് കോസ് 2n + 3/n+2π ആണ്. ശരിയല്ലേ? അതാരാ? മൈനസ് കോസ് π/n+2 ആണ്. മൈനസ് കോസ് π/n+2 മൈനസ് കോസ് π/n+2 എന്ന് വരുന്നു. മൈനസ് കോസ് π/n+2. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ ആയിട്ട് കിട്ടിയിരിക്കുന്ന ശ്രദ്ധിക്കണം n+1 നമുക്ക് കളർ മാറ്റിയാൽ സംശയം വരും. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ n+1 കോസ് π/n+2 മൈനസ് മക്കളെ ഈ കാണുന്നത് മൈനസ് ഈ കാണുന്ന ടേമിന് പകരമാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. ഈ കാണുന്നത് എഴുതാം മൈനസ്. അപ്പം മൈനസ് പ്ലസ് ആകും. അത് കോസ് π/n+2 വരും. π/n+2. ഇനി അടുത്ത സംഭവങ്ങൾ ഒന്നുകൂടെ നോക്കണേ. അടുത്ത ഞാൻ നോക്കുന്നത് സൈൻ π - θ എന്ന് പറയുന്ന ആരാ? സൈൻ തീറ്റ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ π - π/n+2 എന്ന് പറയുന്നത് സൈൻ π/n+2 ആണ്. ഇനി ഇത് എൽസിയം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ nπ + 2π - π nπ π/n+2 അതന്നെ n+2 ആണ്. nπ + 2π - π സൈൻ π - θ ഈക്വൽ ടു സൈൻ തീറ്റയാണ്. ബൈ n+2 എന്ന് വരും. ഈക്വൽ ടു സൈൻ π/n+2. ഈ കാണുന്നത് സൈൻ ഓഫ് 2πയിൽ നിന്ന് π പോയാൽ π അല്ലേ? അപ്പോൾ π + nπ എന്ന് പറയുമ്പോൾ n+1/n+2π എന്ന് വരും. അത് സൈൻ π/n+2 ആണ്. അപ്പോൾ എന്താ സംഭവിച്ച മക്കളെ? ഈ കാണുന്ന ന്യൂമറേറ്റർ എന്ത് വരും? സൈൻ π/n+2. അപ്പോൾ സൈൻ π/n+2 താഴെയുള്ളത് ഓൾറെഡി എന്താ? സൈൻ π/n+2 ആണ്.
ബൈ ഡിനോമിനേറ്റർ n+1 ഉണ്ട്. ഇവിടെ കോസ് പൈ -1 ആണ്, അപ്പോൾ അത് പ്ലസ് ആകും. പിന്നെ അവിടെ എന്താ സൈൻ പൈ ബൈ n+2 ബൈ സൈൻ പൈ ബൈ n+2 എന്നാണ് കിട്ടുക. കാരണം ഇത് ന്യൂമറേറ്റർ ഈ ടൈം തന്നെയല്ലേ ഇവിടെ വരുന്ന അതേ ഈ ടൈം തന്നെയാണ് ഈ ടൈം, അത് രണ്ടും അങ്ങനെ വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ റഫ് വർക്ക് ചെയ്താണ്. ഈ കാണുന്നത് നമ്മൾ റഫ് വർക്ക് ചെയ്ത സാധനമാണ്. ഓക്കെ അത് മനസ്സിലാക്കണം കേട്ടോ. ഇതിൻ്റെ അടുത്ത കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞ അടുത്ത പേജാണ് നമുക്ക് വരിക. അവിടെ അപ്പം നമുക്ക് കിട്ടുന്ന FN എന്ന് പറയുന്ന ശ്രദ്ധിച്ചോളണം, n+1 കോസ് പൈ ബൈ n+2 മൈനസ് അപ്പം അത് പ്ലസ് എന്ത് വരും, കോസ് പൈ ബൈ n+2 എന്ന് വരും. ബൈ കാരണം ഇത് 1 ആയിപ്പോയില്ലേ. അതുപോലെ താഴെ n+1 പ്ലസ് എന്ത് വരും, മറ്റതും 1 ആയിപ്പോയി. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ മക്കളെ അവിടെ കിട്ടുന്നത് കോസ് പൈ ബൈ 2 നമ്മൾ ന്യൂമറേറ്ററിൽ കോമൺ എടുത്തു കഴിഞ്ഞാൽ കോസ് പൈ ബൈ n+2 കോമൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുക n+1+1 എന്ന് വരും. താഴെയും n+1+1 ഉണ്ട്. സോ ദ ഫംഗ്ഷൻ FN എന്ന് പറയുന്നത് കോസ് ഓഫ് പൈ ബൈ n+1. ഈ കാണുന്ന സാധനമാണ് ആ ഫംഗ്ഷൻ. അത്രയും സിമ്പിളാണ് ആ ഫംഗ്ഷൻ. പക്ഷെ അതിനെ ഇങ്ങനെ ഭീമാകാരം പൂർത്തി കാണിച്ചതാണ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ട് ഇതിനകത്ത്, എവിടെയെങ്കിലൊക്കെ ചെറിയ മിസ്റ്റേക്ക്. ഇനി ഇവിടെ അപ്പോൾ FN നമുക്ക് കിട്ടി. FN കിട്ടുക എന്ന് പറയുമ്പോൾ FN എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയത് കോസ് പൈ ബൈ n+2. നമുക്ക് ആ f(4) ചോദിച്ചിട്ടുണ്ട്. f(4) എന്ന് പറയുമ്പോൾ കോസ് പൈ ബൈ 4+2 എന്ന് പറയുമ്പോൾ 6 വരും. കോസ് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. കോസ് 30 √3/2 എന്ന് പറയുമ്പോൾ ഈ ആൻസർ കറക്റ്റ് ആണല്ലോ. ഈ ആൻസർ കറക്റ്റ് ആണ്. ഇനി ആ n ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ ലിമിറ്റ് n →∞ FN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് പൈ ബൈ ഇൻഫിനിറ്റി അല്ലേ വരിക. കോസ് പൈ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ കോസ് 0 1 ആണ്. കോസ് 0 1 ആണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ 1/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ് എന്ന് കിട്ടുന്നു. ഇനി ആൽഫ ഈക്വൽ ടു ടാൻ ഓഫ് കോസ് ഇൻവേഴ്സ് f(6). അവിടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് f(6) കണ്ടുപിടിക്കാം. f(6) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ് പൈ ബൈ 6+2 എന്ന് വരും. ദാറ്റ് ഈസ് f(6) എന്ന് പറഞ്ഞാൽ കോസ് പൈ ബൈ 8 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കോസ് ഇൻവേഴ്സ് f(6) എന്ന് പറയുന്നത് പൈ ബൈ 8. നമ്മുടെ ആ പാർട്ട് പറയുന്നത് ആൽഫ ഈക്വൽ ടു ടാൻ ഓഫ് കോസ് ഇൻവേഴ്സ് f(6) എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് പൈ ബൈ 8. കാരണം കോസ് ഇൻവേഴ്സ് f(6) എന്ന് പറയുന്നത് പൈ ബൈ 8 ആണ്. ഇനി നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാൻ 2θ എന്ന് പറയുന്നത് 2 ടാൻ തീറ്റ ബൈ 1 - ടാൻ സ്ക്വയർ തീറ്റയാണ്. ഇവിടെ തീറ്റയായിട്ട് പൈ ബൈ 8 എടുത്താൽ 2θ എന്ന് പറയുന്നത് പൈ ബൈ 4 ആണ്. ടാൻ 2θ 1 വരും. അപ്പോൾ ഇത് 2α ബൈ 1 - α² എന്ന് വരും. അപ്പോൾ 1 - α² ഈക്വൽ ടു 2α വരും. അപ്പോൾ 2α² α² പ്ലസ് 2α - 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ജസ്റ്റ് ടേക്ക് തീറ്റ തീറ്റ ഈക്വൽ ടു പൈ ബൈ 8. ഇപ്പോൾ ടാൻ പൈ ബൈ 4 എവിടെ, ടാൻ 2θ പൈ ബൈ 4, ടാൻ പൈ ബൈ 4 1 എന്ന് കിട്ടുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ആ പാർട്ടും ശരിയാണെന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ശരിയാണെന്ന് കിട്ടി. ഇനി നമുക്ക് f(5) എന്ന് പറയുന്നത് പൈ ബൈ 5+2 കോസ് പൈ ബൈ 7 അല്ലേ വരിക. കോസ് പൈ ബൈ 7 ആണ് വരിക. കോസ് ഇൻവേഴ്സ് f(5) എന്ന് പറയുന്നത് പൈ ബൈ 7 ആണ്. അപ്പോൾ 7 കോസ് ഇൻവേഴ്സ്
5 എന്ന് പറയുന്നത് പൈ ആണ്. അപ്പോൾ മക്കളെ ഈ കാണുന്നത് പൈ ആണ്. അപ്പോൾ അത് സൈൻ പൈ എന്ന് വരും. സൈൻ പൈ 0 ആണ്. അതിൻ്റെ അർത്ഥം അതും എന്താണ്? ട്രൂ ആണ്. അപ്പോൾ നമുക്ക് ട്രൂകൾ 3 എണ്ണമാണുള്ളത്. ക്വസ്റ്റ്യൻസ് ചെറുതായിരുന്നു, പക്ഷെ സമയമെടുത്ത്. യെസ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറുകളൊക്കെ നമ്മൾ ഫസ്റ്റ് 1, സെക്കൻഡ് 1, തേർഡ് 1, അങ്ങനെ 3 ആൻസർ ഉണ്ടായിരുന്നു. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി Fn 1 എന്നായിരുന്നു തന്നിരുന്നെങ്കിൽ അതും ആൻസർ ആയേനെ. അപ്പോൾ ആ ക്വസ്റ്റ്യനും ക്ലിയർ ആണല്ലോ. വീണ്ടും അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് കാണാം. താങ്ക് യു.